ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടും ഒരു ബിഷപ്പ് എന്ന രീതി ഒരു ലേഡി എന്നെ ടെലിഫോണിൽ വിളിച്ചു, കോള് റെക്കോർഡ് ചെയ്തു. അവരത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അവർ പബ്ലിക്കിന് അത് കൊടുത്തു. അഡ്വക്കേറ്റിന് കൊടുത്തിരിക്കുകയാണ്. പോലീസിന് അവർ വക്കീൽ ഇപ്പോൾ ഉടൻ തന്നെ സൈബർ സെല്ലിലേക്ക് നമ്മള് രേണു ചേച്ചിയുടെ അടുത്തുനിന്ന് വന്ന് രേണു ചേച്ചിയെ നമ്മള് കണ്ടു, സംസാരിച്ചു, കുറച്ചു നേരം അവിടെ ഇരുന്ന്. നമ്മള് കണ്ട ഒരു ചേച്ചി അങ്ങനെയല്ല, തുള്ളിച്ചാടി. ഓക്കെ, അച്ഛൻ്റെ പുതിയൊരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഏകദേശം 4 മിനിറ്റ് ഉണ്ട്. അച്ഛൻ പറയുന്നത് ഇനി രണ്ടും കൽപ്പിച്ച് നിയമ നടപടിക്കെന്നാണ്, ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, ഞാനൊരു ബിഷപ്പാണ്, എന്നെ എന്തിനു വിമർശിക്കുന്നു, അങ്ങനെയൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ്റെ ഭാഗം ഞാൻ വെച്ചു തരാം. അതിനുശേഷം ആദില നൂറ രേണു സുധിയെ പോയി കാണുന്നുണ്ട്. അവിടെ നടന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അവരും നമ്മളോട് പറയുന്നുണ്ട്. അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് അച്ഛനോട് ഒരു കാര്യം പറയുകയാണ്. എൻ്റെ പൊന്നച്ഛ, അങ്ങ് സമൂഹത്തിൽ വലിയ ഒരാളാണ്, ബിഷപ്പാണ്. അങ്ങേപ്പോലെ ഒരാൾ ഇപ്പോൾ അച്ഛനോടൊരു കാര്യം പറയാം. അച്ഛ, അതായത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും രേണു സുധിയെ പൊക്കിയിട്ട് കിച്ചുവിനെ എന്തൊക്കെയോ പറയുന്ന എത്രയോ വ്ളോഗർമാരുണ്ട്. അവരെ ആരും ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. കാരണം അവർക്ക് സമൂഹത്തിൽ അത്ര വിലയില്ല. നിങ്ങൾ അങ്ങനെയല്ല അച്ഛ. നിങ്ങളെ കുറേ പേര് റെസ്പെക്റ്റ് വെക്കുന്നുണ്ട്. നിങ്ങളൊരു ബിഷപ്പാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന കുറേ പേര്. അങ്ങനെ ഒരാളായ നിങ്ങൾ വന്നിട്ട് കിച്ചുവിനെ വിമർശിച്ചിട്ട് രേണുവിനെ വലിയൊരു പുണ്യാളത്തിയാക്കുമ്പോൾ ആരെങ്കിലും സാധാരണക്കാർ പ്രതികരിക്കൂല അച്ഛ. ആരാണ് രേണു സുധി എന്ന് നിങ്ങൾക്ക് ക്ലിയറായി കൃത്യമായിട്ട് അറിയില്ല. അവരുടെ യഥാർത്ഥ സ്റ്റോറി വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ ക്ലിയറായി കൃത്യമായിട്ട് പറയാം. അച്ഛൻ ഞങ്ങളെപ്പോലുള്ള എല്ലാ വീഡിയോയും, അതായത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഇരുന്ന് കാണുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആരാണ് രേണു സുധി, എന്തിനാണ് ജനങ്ങൾ അവരെ വെറുക്കുന്നത്, എന്തിനാണ് ജനങ്ങൾ കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നത്, അതായത് നിങ്ങൾ ഇത്ര വലിയ പള്ളിയിലച്ഛനായിട്ടും നിങ്ങളെ എന്തിനാണ് ജനങ്ങൾ വിമർശിച്ച് കമന്റ്, അത് ഞാൻ ക്ലിയറായി കൃത്യമായിട്ട് അച്ഛനോട് പറയാം. പൊന്നുമനുഷ്യന്മാരെ, വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് അച്ഛൻ്റെ ഭാഗം തെറ്റ് എന്ന് തോന്നുന്നവർ ലൈക്ക് ചെയ്യണം. അതായത് അച്ഛന് അറിയാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ്റെ ഭാഗം തെറ്റ് എന്ന് അറിയുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, നമുക്ക് ഒന്ന് അച്ഛൻ്റെ ആ ഒരു ഫോൺ സംഭാഷണം ആദ്യം കേൾക്കാം. വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ട വീഡിയോയ്ക്കകത്ത് കണ്ടു കാണും, സോഷ്യൽ മീഡിയ വന്നേക്കുന്നത്. എല്ലാവരും പറയുക പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഞാൻ എന്തോ പറയാനിരിക്കുന്നു, ഇപ്പൊ പൊട്ടിക്കുന്ന സംഭവം എന്താണെന്ന് നടന്നവർക്കും ആ കാര്യങ്ങൾ എന്തൊക്കെ ഏർപ്പാടുകൾ നടന്നിരിക്കുന്നതെന്നുള്ളതും ഒക്കെ പബ്ലിക്കിന് മുമ്പിൽ പറയേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ അവരത് പറയുക തന്നെ ചെയ്യും. അതിനെതിരെ നടപടികളും ഉണ്ടാവുമല്ലോ. അത് പൊട്ടിക്കും എന്ന് പറഞ്ഞ് എന്നെ അപമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ സംഭവിച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, നാട്ടുകാർക്ക് അറിയാമല്ലോ. സമൂഹത്തിൽ പലർക്കും ഈ സംഭവങ്ങൾ അറിയാവുന്നതാണ്. ഞാനെന്തിനാ പറയേണ്ട ആവശ്യം? പിന്നെ അതുപോലെ ഇന്നലെ ഒരു സഹോദരി ഏതോ ഒരു സ്ഥലത്തു നിന്ന് ഒരു ലേഡി എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് അവരെന്നോട് വിശദമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചു, കോള് റെക്കോർഡ് ചെയ്തു. എൻ്റെ അനുവാദമില്ലാതെ ആ പേജ് നടത്തുന്ന ആ ലേഡി അവരെന്ത് ചെയ്തു, അവരത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അവർ പബ്ലിക്കിന് അത് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ വോയിസ് അടക്കം എൻ്റെ അഡ്വക്കേറ്റിനും അതുപോലെ അവരുടെ പേജിൻ്റെ ഡീറ്റെയിൽസും എല്ലാം എടുത്ത് അഡ്വക്കേറ്റിന് കൊടുത്തിരിക്കുകയാണ്. പോലീസിന് അവർ വക്കീൽ ഇപ്പോൾ ഉടൻ തന്നെ സൈബർ സെല്ലിലേക്ക് അതിൻ്റെ നടപടി. ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ഫോട്ടോയോ അവരുടെ വോയിസോ കൊടുക്കുക എന്നുള്ളത് കർശനമായ നിയമത്തിന് ലംഘിക്കുന്ന കാര്യം തന്നെയാണ്. എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്നെ അപമാനപ്പെടുത്തുന്ന ഏത് വ്ളോഗർമാരാണോ അവർക്കെതിരെ കർശന നടപടിയുമായിട്ട് എൻ്റെ പെർമിഷൻ വേണം. എൻ്റെ ഫോട്ടോ വെച്ച് എന്നെ അപമാനിക്കുമ്പോൾ എന്തിനു വേണ്ടി എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചു, എന്തിനു വേണ്ടി എന്നെ പേഴ്സണലി ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വോയിസ് എന്തിനു ഒരു പബ്ലിക്കിന് കൊടുത്തിരിക്കുന്നു? അപ്പോൾ അവർക്കെതിരെ സൈബർ സെല്ലിലേക്കും കോടതിയിലേക്ക് പോയിട്ട് എന്താണ് അഡ്വക്കേറ്റിന് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്യാനായിട്ട് അഡ്വക്കേറ്റിന് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് വേണ്ട നടപടികളുമായിട്ട് ഞാൻ നീങ്ങാൻ തന്നെയാണ് ഞാൻ തീരുമാനിക്കുന്നത്. കാരണം ഇതൊരു ഒരിക്കലും നീതിക്ക് നിരക്കുന്ന കാര്യമല്ല. എന്തിനു വേണ്ടി ഇങ്ങനെ ഒരാൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവരതെടുത്ത് സോഷ്യൽ മീഡിയ കൊടുക്കുക? ഞാൻ ഒരിക്കലും അവരൊരു അമ്മയാണ്, ഒരു ലേഡിയാണ്, ആ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ലേഡിയോട് സംസാരിച്ചത്. ഒരു മോശമായ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെന്തിന് ഒരാളുടെ പേഴ്സണൽ സംസാരം എടുത്ത് സോഷ്യൽ മീഡിയയിൽ, ഇത് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഈ നാട്ടിൽ ആർക്കും ജീവിക്കണ്ടേ? ഈ കേരളത്തിൽ ആർക്കും ജീവിക്കണ്ടേ? ഇങ്ങനെ ഇത്രമാത്രം അധപ്പതിച്ചു പോവുകയാണോ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഏതാനും ചില സഹോദരങ്ങളായിട്ട് നടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും? ഇവർക്കെതിരെ കർശന നടപടി ബഹുമാനപ്പെട്ട ഗവൺമെന്റ് തലത്തിൽ തന്നെ ഉണ്ടാകണം. ഇപ്പൊ തന്നെ നമുക്ക് ഈ അമ്മ സംഘടനയിൽ തന്നെ നടന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട വിഷാരടി MLA സംസാരം, പുറത്തു പോയിരിക്കുന്ന ഒരു വോയിസ് ഭയങ്കരമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു വോയിസ് ആണ്
ഒരു വോയിസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA പിഷാരടിയുടെ ഒരു വോയിസ് പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമസഭയിൽ തന്നെ സംസാരിച്ച് നടപടിയെടുക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടും ഒരു ബിഷപ്പ് എന്ന രീതിയിൽ എനിക്ക് അപേക്ഷിക്കുവാനും പറയുവാനും നിർദ്ദേശിക്കുവാനുമായിട്ടുള്ള കാര്യമാണ്. ഇത് ഈ വിഷയത്തെ വെച്ച് ഞാൻ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും പ്രത്യേകമായിട്ടുള്ള പരാതി കൊടുക്കുന്നതുമായിരിക്കും. എൻ്റെ വോയിസ് എടുത്ത് രഹസ്യമായി എന്നെ സംസാരിച്ചിട്ട് ആ വോയിസ് എടുത്ത് പബ്ലിക്കിന് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ആ സ്ത്രീയോട് സംസാരിച്ചത്. അപ്പോൾ ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകും. ഉടൻ തന്നെ 2-3 വ്ളോഗർമാർക്കെതിരെ കർശനമായ നിയമ നടപടി ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. രേണു ഇത്രയും കാലവും ചെയ്തു പോയിട്ടുള്ളതായ തെറ്റുകുറ്റങ്ങള് അതിനെ ഗ്ലോറിഫൈ ചെയ്യുവാനോ രാഹുൽ ദാസിനെ ഇകഴ്ത്തുവാനോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. രേണു സുധി അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും കുറവശങ്ങളെല്ലാം ദൈവത്തിന്റെ മുൻപാകെ അവർ ക്ഷമ ചോദിക്കുന്നതോടൊപ്പം തന്നെ ഒരു ബിഷപ്പ് എന്ന രീതിയിൽ എന്നോടും അവരുടെ കുടുംബമായിട്ട് അവരും അവരുടെ ഫാമിലിയും രേണു സുധിയും അദ്ദേഹത്തിന്റെ പിതാവും മാതാവും സഹോദരിയും എല്ലാവരും വന്ന് എന്നോട് ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ക്ഷമ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ രേണു സുധിയോട് ഒരു വൈദികൻ എന്ന രീതിയിലല്ല, ഒരു മിഷണറി ബിഷപ്പ് എന്ന രീതിയിൽ അവരോട് ക്ഷമ കൊടുക്കുകയും അവർക്ക് വേണ്ടി നിരന്തരം അവർ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെയും സന്ദർഭം കിട്ടുമ്പോൾ ആ കുടുംബത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതല്ലാതെ രേണു സുധി ഇതിനു മുമ്പ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം നല്ലതാണെന്ന് ഞാൻ എവിടെയും ഇതുവരെയും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അവരുടെ ഭാഗത്ത് വന്ന് തെറ്റുകുറ്റങ്ങളെ പൊറുക്കുവാൻ ദൈവത്തിനും കഴിയും. ദൈവമാണ് പാപങ്ങളെ ക്ഷമിക്കുന്നതും തെറ്റുകുറ്റങ്ങളെ പൊറുക്കുന്നതും ദൈവമാണെന്നുള്ളൊരു ചിന്തയിലൂടെയാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. അല്ലാതെ അവരെ ഗ്ലോറിഫൈ ചെയ്യാനോ രാഹുൽ ദാസിനെ ഇകഴ്ത്തുവാനോ ഞാൻ എവിടെയും ശ്രമിച്ചിട്ടുമില്ല. അതിനുവേണ്ടി ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുമില്ല. പിന്നെ പൊതുസമൂഹത്തിൽ എന്നെ വലിച്ചു കയറാൻ ഇട്ടുകൊടുക്കുന്ന യൂട്യൂബേഴ്സിനോടും വ്ളോഗേഴ്സിനോടും ഒരു വിഭാഗം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നെ കൊണ്ട് ഉപജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. എനിക്കതിന് യാതൊരു പരാതിയുമില്ല. നിങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ, നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ. പക്ഷേ ഞാൻ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും, ചെയ്യുക തന്നെ ആണ് എനിക്ക് എൻ്റെ മുമ്പിലുള്ള നിയമത്തിൻ്റെ മുമ്പിൽ പോകുക, നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഞാൻ അതനുസരിച്ച് മുൻപോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഓക്കെ, അച്ഛൻ പറയുന്നത് എല്ലാവർക്കും കേസ് കൊടുക്കുന്നതാണ്. ഒരു കാര്യം പറയാം, ആ ഒരു ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നിയമ നടപടിക്ക് പോകും, അതിൽ തൂക്കിക്കൊല്ലത്തൊന്നുമില്ല. പിന്നെ ഞങ്ങളെടുത്തിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇത് ഇന്ത്യ രാജ്യമാണ്, ഇവിടെ ആർക്ക് വേണമെങ്കിലും അവരവരുടെ അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യമുണ്ട്. അതായത് അച്ഛൻ്റെ വീട്ടിൽ ഒളിക്യാമറ വെച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് ഷൂട്ട് ചെയ്തിട്ടല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് അച്ഛൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അച്ഛൻ തന്നെ യൂട്യൂബിൽ ഇന്റർവ്യൂ കൊടുത്തത് അത് തെറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നി, അത് ഞങ്ങൾ വിശദീകരിച്ചു, അത് മാത്രമാണ്. അല്ലാതെ ഇപ്പം അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ട് അച്ഛൻ ഞങ്ങൾ തെറി വിളിച്ചോ ഞാൻ അറിഞ്ഞിട്ടില്ല. വേറെ യൂട്യൂബർ താരങ്ങൾ വിളിച്ചിട്ടുണ്ടോ? ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. അതായത് അച്ഛന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അതും നമ്മൾ പൊന്നച്ച അച്ഛ എന്ന് വിളിച്ചിട്ടാണ്, ബിഷപ്പച്ച അങ്ങനെ വിളിച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അല്ല അച്ഛനെ തെറിയൊന്നും വിളിച്ചിട്ടില്ല. ഇവിടെ അതായത് രേണു സുധി കാരണം പുറത്തിറങ്ങി നടക്കാൻ ആ പാവപ്പെട്ട കിച്ചുവിന് സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് ആ കിച്ചു അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ഞങ്ങൾ വിളിച്ച് പറയും, ഇനിയും പറയുക തന്നെ ചെയ്യും. അതിപ്പോൾ അച്ഛനല്ല ആര് വന്നാലും കേസല്ല എന്ത് നമുക്കുമുണ്ടല്ലോ കോടതിയും കാര്യങ്ങളൊക്കെ. ഇപ്പം അച്ഛൻ്റെ ഭാഗം മാത്രമല്ലല്ലോ, അവരും ഇപ്പോൾ ഒരു പോലീസ് ഇപ്പോൾ എനിക്ക് കേസെടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ മൊത്തത്തിൽ കാണും. ഷെഫീന ബീവിക്ക് കേസെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോ മൊത്തത്തിൽ കാണും. അതങ്ങനെയാണ്. ഓക്കെ പൊന്നുമനുഷ്യന്മാരെ, ആദില നൂറ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാം. ഇപ്പൊ രേണു ചേച്ചിയുടെ അടുത്ത് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു കാണേണ്ടവർക്ക് വന്ന് കാണാൻ, കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മള് മാസ്ക് ഇട്ട് സാനിറ്റൈസർ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കാണാൻ പോണെങ്കിൽ. ഇവളിപ്പോ വാക്സിനേഷൻ മഴ കൂടുന്നുണ്ട് ബേബി, കൊടയില്ലല്ലോ. അപ്പൊ രേണു ചേച്ചിയുടെ അടുത്ത് പോണത് കഴിഞ്ഞിട്ട് അനു അത് തീർന്നിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് നമ്മള് പോണത്. ആകെ മൊത്തം ഫുൾ പോക്കാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഇതായതുകൊണ്ട് അനുവിന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ആക്കാൻ പോണത്. അതായത് ഭയങ്കര ടയേർഡായിരിക്കും വലിയ വണ്ടി ഓടിക്കാനായിട്ട്. അതുകൊണ്ട് അപ്പൊ ഞാൻ പോയി വാക്സിൻ എടുത്തിട്ട് വരട്ടെ. ഒക്കെ കഴിഞ്ഞിട്ടോ, ഇനി നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം. ചേച്ചി ഓൾറെഡി നമ്മൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കാണണം, ചേച്ചിക്ക് അത് ഒരുപാട് സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ കോളൊക്കെ. ബിഗ് ബോസിൻ്റെ ഉള്ളത് നമുക്ക് പുറത്തിറങ്ങി ഷോപ്പിങ്ങിനൊക്കെ പോവാം, അവിടെ പോവാം ഇവിടെ പോവാന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഞങ്ങൾ ചൂസ് ചെയ്ത് തരാം ചേച്ചിക്ക്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സാഹചര്യങ്ങൾ കാരണം ചേച്ചിക്കും തിരക്കായിരുന്നു, ഞങ്ങൾക്കും തിരക്കായിരുന്നു. കാണാനായിട്ടാണെങ്കിൽ ഈ ഒരു ടൈമും ആവേണ്ടി വന്ന്, അതായത് ഈ ഒരു ടൈമല്ല ഈ ഒരു അവസ്ഥ ആവേണ്ടി വന്ന്, നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി പോയിട്ടോ. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ കണ്ടിതാക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരസുഖം വന്നെന്ന് നമ്മൾ അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോവുക, ഇമോഷണലി. അയ്യോ, അങ്ങനത്തെ നമുക്കൊരു ഇടങ്ങേറാണ്. ഇന്ന് ഗ്രൂം ചെയ്യിപ്പിക്കൽ നടന്നിട്ടില്ല. കാരണം നമുക്ക് തന്നെ കുറെ എല്ലാം കൂടെ നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ പറ്റിയില്ല.
വേറെ നമുക്ക് ഇതിൽ ഉൾപ്പെടാത്ത വേറെ കുറച്ച് വേറെ പരിപാടികളുണ്ടായിരുന്നു. കാര്യങ്ങളുണ്ടായിരുന്നു. അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും അങ്ങനെ തരുന്നുണ്ട്. അത് കമ്മിങ് ഡേയ്സിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർ അപ്ഡേറ്റ്സ് എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. എന്താണെന്നൊന്നും ഇപ്പൊ ഒന്നും പറയുന്നൊന്നുമില്ല, പക്ഷെ ഇത് ഇങ്ങനെയാണ് എന്ന് പറയാം. ആ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയും കുറച്ച് ഓട്ടത്തിലും ഇതിലൊക്കെ ആയിരുന്നു, ടെൻഷനിലൊക്കെ. ടെൻഷനല്ല അതിന്റെ ഒരു ചൊറ അതൊരു ചൊറയാണല്ലോ. വേഗം തീർക്കണം. അത് എന്തായാലും വൈകേണ്ടത് തീരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ തീർക്കും. അപ്പൊ അങ്ങനെ നമുക്ക് പോവാല്ലേ? പോവാം. പുള്ളി താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ നിലുവിന്റെ ഡെലിവറി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചില്ലായി. പിന്നെ അവളെ വണ്ടി കയറ്റി ഉറങ്ങി പോവാം. ഇപ്പോൾ രാകേഷിന്റെ കയ്യിലാണ് നമ്മളുടെ നില ഉള്ളത്. പിന്നില്ല അങ്ങനെ നമ്മൾ രേണു ചേച്ചിയുടെ അടുത്തുനിന്ന് വന്ന് രേണു ചേച്ചിയെ നമ്മൾ കണ്ടു, സംസാരിച്ചു, കുറച്ച് നേരം അവിടെ ഇരുന്ന്. അത് നിങ്ങള് ഇന്ന് ചേച്ചി പിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ നിങ്ങള് കണ്ടറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താ പറയാ, നമ്മള് കണ്ടപ്പോ അവിടുന്ന് കണ്ടപ്പോ നമുക്കൊരു വിഷമമായി. കാരണം നമ്മള് കണ്ട ഒരു ചേച്ചി അങ്ങനെയല്ല, ഒന്ന് തുള്ളിച്ചാടി എന്താടീന്ന് ചോദിക്കുമ്പോ എന്താടാന്ന് അങ്ങോട്ട് പറയുന്ന ഒരാളായിരുന്നു. പക്ഷെ എല്ലാ മനുഷ്യർക്കും എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റണമെന്നില്ല. ദർ ആർ ടൈംസ് നമ്മൾ വീക്കായി പോകുന്നത്. ദാറ്റ്സ് ഓക്കെ. നമ്മൾ കുറച്ച് പേര് ഇങ്ങനെ പിടിച്ചു നിർത്താനുണ്ടെങ്കിൽ അവൾക്ക് ഓക്കെ ആവും, ആർക്കാണെങ്കിലും കേട്ടോ. ഇപ്പൊ ഞങ്ങള് പോയപ്പോ ആണെങ്കിലും പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി. അത് പുള്ളിക്കാരന്റെ മുഖത്ത് എവിഡന്റ് ആയിരുന്നു. അത്രയും നേരം സാഡ് ആയിട്ട് ഇരുന്ന ആള് ഞങ്ങൾ പോയപ്പോ ചിരിയും എന്താ പറയാ തമാശ പറച്ചിലൊക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് ചേച്ചിനോട്, അനീഷേട്ടൻ സ്റ്റാൻഡിന്റെ കാര്യം ചോദിച്ചപ്പോ എന്താ ചേച്ചി പറഞ്ഞ കോട്ടയം സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞപ്പോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക. നമ്മളെ കൊണ്ട്, അതായത് നമ്മള് നിൽക്കുമ്പോ നമ്മളൊന്ന് ഹാപ്പി ആക്കി വിടുക, മാക്സിമം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക ആളുടെ അടുത്ത്. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ചെയ്തു. നമ്മൾ ഇറങ്ങിയിട്ടാണെങ്കിലും കണ്ടിട്ടില്ലായിരുന്നു. ചേച്ചിക്ക് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ട്രാവലും അതും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളും അങ്ങോട്ട് പോകുമ്പോ ഇതപ്പന് ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവസരം വന്നത് ഇപ്പോഴാണ് നമുക്കൊന്ന് കാണാനായിട്ട്. എല്ലാം റെഡിയാവും നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. ഋതപ്പനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട്. ഋതപ്പൻ ഉറങ്ങിപ്പോയി, കാരണം നമ്മള് ലേറ്റ് ആയി ചെന്നപ്പോ. അങ്ങനെ ഒരു ഇതുണ്ടാവും. അതെ അതെ. നമ്മളവിടെ ഇരുന്ന് അത് പറഞ്ഞോട്ടെ, ബിഗ് ബോസ് ഞാനും ഇവളും കൂടെ പറയായിരുന്നു, ചേച്ചി രാത്രി എണീച്ചൊക്കെ ഇരിക്കുന്നോട്ട് അതേപോലെ ഉണ്ട് എണീച്ചിരിക്കുന്ന കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ചേരം ഇരുന്ന് സംസാരിച്ച് വിഷമങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. എന്തായാലും റെഡി ആവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഈ ഒരു വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഇതില് പിന്നെ നമ്മള് തിരിച്ചു വന്നിട്ട് ഓക്കെ, ആദില നൂറക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത്. രേണു സുധി ആരായിരുന്നു എന്ന് അച്ഛനോട് ഞാൻ പറയാം. അതിനു മുമ്പ് രേണു സുധിയോട്, അതായത് എല്ലാം കഴിഞ്ഞു, എന്തൊക്കെയോ പ്രശ്നം സംഭവിച്ചു, ഇപ്പോൾ നിങ്ങൾക്കൊരു മാരകമായ രോഗമുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാം, ഇനിയെങ്കിലും എല്ലാ ദിവസവും വൃത്തികേട് ചെയ്യാതെ ഈ പറയുന്ന വ്ളോഗൊന്നും അപ്ലോഡ് ചെയ്യാതെ ഒരു മാസം ഒന്ന് അടങ്ങിയിരുന്ന രേണുവെ, ആ രോഗം മാറും. നിന്റെ നല്ലതിനാണ്, നിങ്ങളെ നല്ലതിനാണ് പറയുന്നത്. ഓക്കെ, എന്തിനാണ് വെറുതെ പ്രശ്നത്തിനൊക്കെ പോകുന്നത്? ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ നല്ല ഡേഞ്ചറാണ്. ഞാൻ 1.5 വർഷം ഈ സോഷ്യൽ മീഡിയയിൽ, അതായത് യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷം. അതിൻ്റെ ഇടയിൽ എത്ര ഫോണാണ് ഒരു വിഷയം അപ്ലോഡ് ചെയ്യുമ്പോൾ, പൊന്നു മനുഷ്യന്മാരെ, ഒരു കോണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിനിമം 20 ഫോണെങ്കിലും വരും. അതിൻ്റെ ശരിയും തെറ്റും പറഞ്ഞ് അതിൻ്റെ ന്യായം നമ്മൾ കേൾക്കണം. ഇത് അച്ഛൻ നേരത്തെ പറഞ്ഞു, ആ ലേഡി വിളിച്ചു എന്ന്. കണക്കൊക്കെ എത്രയോ പേര് വിളിക്കുന്നുണ്ട്, പക്ഷെ അത് വൈറലാക്കുന്നില്ല. കാരണം ഞാൻ വലിയ ബിഷപ്പൊന്നുമല്ല, ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. ബിഷപ്പോ പള്ളിയിൽ ഉസ്താദന്മാരോ സ്വാമിമാരോ ഇല്ലെങ്കിൽ വലിയ നടന്മാരോ നടിമാരോ ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ സ്വാഭാവികമായിട്ടും അത് യൂട്യൂബിൽ പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രേണുവേ, സോഷ്യൽ മീഡിയ വലിയ ആപ്പത് തന്നെയാണ്. തൽക്കാലം 1 മാസത്തേക്ക് നിർത്താം, അതിന് ശേഷം എല്ലാം ശരിയായതിനു ശേഷം വരാം. ഓക്കെ, അപ്പോൾ അച്ഛനോടൊരു കാര്യം പറയാം. അച്ഛാ, ആരായിരുന്നു രേണു സുധി? അവർ ക്യാൻസർ കൊണ്ട് മല്ലടിക്കുന്നത് കൊണ്ട് അവരുടെ വീഡിയോ ദൃശ്യങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല.
1 സബ്സ്ക്രിപ്ഷൻ. അത് കാണുന്നത് 23 വയസ്സായ പോറ്റു മകൻ എന്ന് പറയുന്ന കിച്ചുവാണ്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ നാട്ടുകാർ നമ്മളോട് ചോദിക്കത്തില്ലേ? ഈ കിച്ചുവിനോട്, അതായത് കിച്ചുവിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ചോദിക്കുന്നൊരു കാര്യം, എടാ അമ്മയുടെ മറ്റേ വീഡിയോ കണ്ടോ നീ? എടാ അമ്മയുടെ മറ്റേ ചിരി കടിക്കുന്ന വീഡിയോ നീ കണ്ടോ? അത് മതിയല്ലേ? എൻ്റെ പൊന്നച്ഛ, നിങ്ങൾ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല? ആ ഒരു ചോദ്യം അവന് സഹിക്കാൻ വയ്യാതെയാണ് അവൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. പുറത്തിറങ്ങി നടക്കണ്ടേ? പെണ്ണുങ്ങൾക്കാണെങ്കിൽ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് അവോയ്ഡ്, പുറത്ത് പോകുന്നതിൽ കുറച്ചെങ്കിലും ഇതാകാം. ആണുങ്ങൾക്ക് അങ്ങനെയാണോ? കഴിക്കണമെങ്കിൽ, പണിയെടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും പുറത്ത് പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ആ ഒരു മർമ്മമായ സത്യം മനസ്സിലാക്കണം. പിന്നെ അച്ഛന് ഞങ്ങളെപ്പോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് അറിയാം അച്ഛാ. നിങ്ങൾ വളരെ വളരെ ചുരുക്കം, നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല. ഒന്നാമത് ഞാൻ അങ്ങനെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവം, നിങ്ങൾക്ക് ഒരക്ഷരം പോലും അറിയത്തില്ല. നിങ്ങൾ രേണുവിനെ പ്രാർത്ഥിക്കാൻ കാണുന്നു, അവിടെ എന്തൊക്കെയോ കരഞ്ഞുകൊണ്ട് പറയുന്നു, നിങ്ങൾ അത് വിശ്വസിക്കുന്നു, നിങ്ങൾ അതിനൊരു വീഡിയോ ചെയ്യുന്നു, നിങ്ങളെ പിന്നെ ഏറിൽ കയറ്റൂല എൻ്റെ പൊന്നച്ച. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഉടൻ വരാം. ഓക്കെ.